Hello friends, welcome back to Full Stack Solutions. ലീഡ് കോഡിലെ പ്രോബ്ലം നമ്പർ 1 2 സം ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. Given an array of integers nums and an integer target, return indices of the two numbers such that they add up to target. You may assume that each input would have exactly one solution and you may not use the same element twice. You can return the answer in any order. അതായത് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഒരു ഇൻറ്റീജർ അറേയും ഒരു ടാർഗറ്റും തന്നിട്ടുണ്ട്. അതിൽ അറേയിലുള്ള രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റ് കിട്ടണം. സോ ആ രണ്ട് എലമെൻറ്റ്സിൻ്റെ ഇൻഡെക്സ് നമ്പറാണ് അല്ലെങ്കിൽ ഇൻഡിസസ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. നമുക്ക് ഈ പ്രോബ്ലം എന്നല്ല, ലീഡ് കോഡിൽ ഏത് പ്രോബ്ലം ആണെങ്കിലും മിനിമം നിങ്ങളൊരു രണ്ട് അപ്രോച്ചിലെങ്കിലും ചെയ്യണം. ഒരു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിലും ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലും ചെയ്യാൻ ശ്രമിക്കാം. നമുക്കിത് ബ്രൂട്ട് ഫോഴ്സിൽ നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്തിട്ട്, അതായത് രണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഹാഷ് മാപ്പും യൂസ് ചെയ്തിട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ടൈമും സ്പേസും മാക്സിമം കുറഞ്ഞു വരുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ തിങ്ക് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ കാണിക്കാം. സോ ഇത് ഒരു ബേസിക് സാമ്പിളാണ്, നിങ്ങൾക്കിത് മോഡിഫൈ ചെയ്യാം ഒരു പ്രോബ്ലത്തിനനുസരിച്ച്. അതായത് ഒരു ലീഡ് കോഡിലെ ഏത് പ്രോബ്ലം ആണെങ്കിലും നമുക്ക് ആ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ അതിൽ മെയിനായിട്ട് വരുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. സോ ഒരു പ്രോബ്ലത്തിന് ഒരു കീ ലോജിക് ഉണ്ടാവും. സോ ഇവിടെ നമ്മളിപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൽ ഈ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. അതായത് നെക്സ്റ്റ് ലൂപ്പിൽ യൂസ് ചെയ്തിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടാവും, രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് ഈക്വൽ ടു ടാർഗറ്റ്. അതായിരിക്കും ഈ പ്രോബ്ലത്തിൻ്റെ കീ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ആ എലമെൻറ്റ്സിൻ്റെ ഇൻഡെക്സ് നമ്പർ റിട്ടേൺ ചെയ്യണം. സോ നമ്മൾ കമ്പയർ ചെയ്യുന്നതും ആ ഇൻഡെക്സ് നമ്പർ റിട്ടേൺ ചെയ്യണമായിരിക്കും ഈ പ്രോബ്ലത്തിൻ്റെ കീ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെൻറ്റർ പാർട്ടിൽ പറയുന്നത് ഏത് ലൂപ്പ് യൂസ് ചെയ്യണം, പിന്നെ ലൂപ്പ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് എൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് രണ്ട് ലൂപ്പ് ആവശ്യമുണ്ട്. ഇൻഡെക്സ് നമ്പർ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ടർ ലൂപ്പും ഇൻഡെക്സ് നമ്പർ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്നർ ലൂപ്പ് ആവശ്യമുണ്ട്. അത് നമുക്ക് ജെ എന്ന് കൊടുക്കാം, ആദ്യത്തെ ഔട്ടർ ലൂപ്പിന് ഐ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതും കൊടുക്കാം. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ സെൻറ്റർ പാർട്ടിലേക്ക് വരുന്നത്, സ്റ്റെപ്പിൽ വരുന്നത്. പിന്നെ നമുക്ക് ആദ്യത്തെ ഇതിൽ വരുന്നത് എങ്ങനെയാണ്, വേരിയബിൾ ഇനീഷ്യലൈസേഷനും വാലിഡേറ്റ് ഇൻപുട്ടാണ്. നമുക്കിവിടെ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് എലമെൻറ്റ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യാണ്. പിന്നെ വരുന്ന വാലിഡേറ്റ് ഇൻപുട്ട് വരുന്നത് ഏതൊക്കെ പ്രോബ്ലത്തിനാണ്, അതായത് ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ ഈവൻ നമ്പർ ആണോ, അല്ലെങ്കിൽ പ്രൈം നമ്പർ ആണോ, പാലിൻഡ്രോം ആണോ, അല്ലെങ്കിൽ പവർ ഓഫ് 2, പവർ ഓഫ് 3, ഈ ടൈപ്പുള്ള പ്രോബ്ലത്തിനൊക്കെ ആയിരിക്കും നമുക്ക് ആ ഇൻപുട്ട് വാലിഡേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇതിപ്പോൾ ഒരു പ്രൈം നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ, അത് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്കത് ഫങ്ഷൻ എക്സിക്യൂട്ട് ആവില്ല. സോ ആദ്യമേ തന്നെ നമുക്ക് അത് ചെക്ക് ചെയ്യണം. അത് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് റിട്ടേൺ ഫോൾസ് എന്നുള്ള രീതിയിൽ. സോ അല്ലാത്ത നമ്പർ ആയിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യണത്, പ്രൈം നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യണത്. സോ ആ രീതിയിൽ നമുക്ക് ഒരു പ്രോബ്ലത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഓരോ ഇതൊരു ബേസിക് സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് ഇതിൽ ഓരോന്ന് ആഡ് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഒരു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കാം, 3 പാർട്ടായിട്ട്. അതാണ് ഇത് വരുന്നത്. നമുക്കിനി പ്രോബ്ലത്തിലേക്ക് എടുക്കാം. ആദ്യം നമുക്കൊരു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൽ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ അത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഒരു ഐഡിയ കിട്ടും. സോ നമ്മൾ പറഞ്ഞ പോലെ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൽ നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം നമുക്ക് ആദ്യം ചെയ്യാം. സോ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതിൻ്റെ നമ്മളൊരു ഇൻറ്റീജർ അറേയും ടാർഗറ്റും റിസീവ് ചെയ്യുന്നു. അതിന് ശേഷം ആദ്യം നമുക്ക് ഔട്ടർ ലൂപ്പ് ഡിഫൈൻ ചെയ്യാം.
for let I assign 0 I less than nums dot length I increment. സോ ഔട്ടർ ലൂപ്പ് ആയി. ഇനി നമുക്ക് ഒരു എലമെൻറ്റ് എടുത്തിട്ട് ബാക്കി എല്ലാ എലമെൻ്റായിട്ട് കമ്പയർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇന്നർ ലൂപ്പിന് വേണ്ടിയിട്ട് ഫോർ അതിൻ്റെ വാല്യൂ ജെ എന്ന് കൊടുക്കാം. ജെ അസൈൻ ഐ പ്ലസ് 1 ജെ ലെസ് ദാൻ nums dot length ജെ ഇൻക്രിമെൻറ്റ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ലോജിക്ക് വരുന്നത് ഇവിടെയാണ്. ഇഫ് രണ്ട് എലമെൻറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം. nums I പ്ലസ് nums j ഈക്വൽ ടു ടാർഗറ്റാണ് ചെക്ക് ചെയ്യണം. സോ അത് രണ്ടും സമ്മും ഈ ടാർഗറ്റും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ റിട്ടേൺ ഇൻഡീസസ് ആണ്. സോ ഇൻഡീസസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഇൻഡെക്സ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഒരു അറേ കൊടുക്കും. അറേയിലായിരിക്കും ഐയും ജെയും റിട്ടേൺ ചെയ്യണത്. ഓക്കെ, ഇനി ഈ രണ്ട് ഫോർ ലൂപ്പിന് ശേഷവും അങ്ങനെ രണ്ട് നമ്പറുകൾ ഇല്ലെങ്കിൽ നമുക്കൊരു എംപ്റ്റി അറേ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. 2ൻ്റെയും 7ൻ്റെയും ഇൻഡെക്സ് നമ്പറാണ് 0യും 1ഉം. സോ 0യും 1 ആണ് നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ 3 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കീ ലോജിക്ക് വരുന്നത് ഈ കണ്ടീഷനാണ്. ഈ കണ്ടീഷനും റിട്ടേൺ ആയിട്ട് ഇൻഡെക്സ് നമ്പർ റിട്ടേൺ ചെയ്യുന്നതാണ് ഇതിൻ്റെ കീ ലോജിക്ക് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കണ ഫോർ ലൂപ്പ് അതാണ് മിഡിൽ പാർട്ട് വരുന്നത്. നമ്മളിവിടെ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഐ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഐ ലൂപ്പും അത് 0 ഇൻഡെക്സ് നമ്പറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യണത്. ദെൻ ജെ ലൂപ്പിൽ ഇൻഡെക്സ് നമ്പർ 1 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യണത്. കാരണം ആദ്യത്തെ എലമെൻ്റ് എടുത്തിട്ട് നമുക്ക് എല്ലാ എലമെൻ്റായിട്ടും ചെക്ക് ചെയ്യണം. ദെൻ ഇന്നർ ലൂപ്പിലുള്ള ഇറ്ററേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അഗെയിൻ ഐ ലൂപ്പ് ഇൻക്രിമെൻ്റ് ചെയ്യും. 0 എന്നുള്ളത് 1 ആവും. ദെൻ രണ്ടാമത്തെ എലമെൻ്റ് എടുക്കും, ഇവിടെ 7 എടുക്കും. 7 എടുത്തിട്ട് എല്ലാ എലമെൻ്റായിട്ടും ചെക്ക് ചെയ്യും. ദെൻ ഔട്ടർ ലൂപ്പിലെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുറത്തേക്ക് കടന്നിട്ട് ഇന്നർ ലൂപ്പിൽ ഇൻക്രിമെൻ്റ് ചെയ്യും. അങ്ങനെയായിരിക്കും പോകുന്നത്. സോ ഇവിടുത്തെ കേസിൽ ആദ്യത്തെ ഇതിൽ തന്നെ കണ്ടീഷൻ ഓക്കെ ആണ്, ആൻസർ കിട്ടി നമുക്ക് അല്ലേ. 2ഉം 7ഉം തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 9 കിട്ടി. സോ നമുക്ക് അപ്പം തന്നെ റിട്ടേൺ ചെയ്യാം ഐയും ജെയും. അതായത് 0യും 1ഉം സ്പോട്ടിൽ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എല്ലാം ചെക്ക് ചെയ്യുന്നില്ല, ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട്. സോ പിന്നെ ഇവിടെ വേരിയബിൾ ഒന്നും ഇനിഷ്യലൈസ് ചെയ്യേണ്ട, നമുക്ക് തരുന്ന ഇൻപുട്ടൊന്നും വാലിഡേറ്റ് ചെയ്യേണ്ട. സോ ഇങ്ങനെ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത് നമുക്കറിയാം. ഔട്ടർ ലൂപ്പ് ഉണ്ട്, ഇന്നർ ലൂപ്പ് ഉണ്ട്. സോ n ഇൻറ്റു n സ്ക്വയർ. സോ ഓഫ് n സ്ക്വയർ ആയിരിക്കും ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് വരുന്നത്. ഇനി നമുക്കിത് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഹാഷ് മാപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഹാഷ് മാപ്പിൽ ചെയ്യാം. ഹാഷ് മാപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ 3 സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെയായിരിക്കും ചെക്ക് ചെയ്യണത്. ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത് നമ്മൾ ഹാഷ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഹാഷ് മാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കീ വാല്യൂ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ കീ എന്ന് പറയുന്നത് എലമെൻ്റ് ആണ്. വാല്യൂ വരുന്നത് ആ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ ആയിരിക്കും വാല്യൂ ആയിട്ട് വരുന്നത്. പിന്നെ ഹാഷ് മാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് യുണീക്ക് ആയിട്ടുള്ള കീസ് ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഓരോ എലമെൻറ്റും ഓരോ ഇറ്ററേഷനിലും നമ്മൾ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തതിന് ശേഷം അത് നെക്സ്റ്റ് ഇറ്ററേഷനിൽ ആ വാല്യൂ എവിടെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അതിലുണ്ടെങ്കിൽ നമുക്ക് പെയറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിത് ചെയ്യണ സമയത്ത് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് മാപ്പ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് ന്യൂ മാപ്പ് എന്ന് കൊടുക്കാം. ന്യൂ മാപ്പ് കീ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാപ്പ് ഒബ്ജക്റ്റ് ഹാഷ് മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫോർ ലൂപ്പ്. ഇനി ഫോർ ലൂപ്പ് ലെറ്റ് I assign 0 I less than
nums dot length I increment. പിന്നെ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ് മൈനസ് ആ കറണ്ട് ഇറ്ററേഷനിലുള്ള എലമെൻറ്റ്. ഇവിടെ ആദ്യത്തെ ഇറ്ററേഷനിലെ ആദ്യത്തെ എലമെൻറ്റ് 2 ആണ്. സോ 9 മൈനസ് 2 7. സോ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. കോൺസ്റ്റ് കോംപ്ലിമെൻറ്റ് ടാർഗറ്റ് മൈനസ് നംസ്. ഈ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ ന്യൂ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒബ്ജക്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇഫ് കണ്ടീഷനിൽ ഇഫ് ന്യൂ മാപ്പ് ഡോട്ട് ഹാസ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ കോംപ്ലിമെൻറ്റ് ഇവിടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 7 ആണ്. 7 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ ഫസ്റ്റ് ഇറ്ററേഷനിൽ എംപ്റ്റി ആണ്, അവിടെ 7 ഉണ്ടാവില്ല. സോ നമുക്ക് റിട്ടേൺ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഇറ്ററേഷനിലായിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്. സോ രണ്ടാമത്തെ ഇറ്ററേഷനിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇൻഡെക്സ് നമ്പറാണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ അറേ വേണം. അറേയിൽ ന്യൂ മാപ്പ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ നമുക്ക് കിട്ടണം. സോ നമ്മൾ കോംപ്ലിമെൻറ്റ് പാസ് ചെയ്യുന്നു, കോമ I. സോ ആദ്യത്തേൽ നമ്മൾ പറഞ്ഞു ഈ 7 എന്നുള്ള കോംപ്ലിമെൻറ്റ് അതിലില്ല. സോ നമുക്ക് ഇറ്ററേറ്റ് ചെയ്ത ആ 2 എന്നുള്ള എലമെൻറ്റ്, ആ എലമെൻറ്റ് ന്യൂ മാപ്പ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യണം. ന്യൂ മാപ്പ് ഡോട്ട് സെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ എലമെൻറ്റും കോംപ്ലിമെൻ്റ് അല്ല സ്റ്റോർ ചെയ്യുന്നത്, ആ എലമെൻറ്റ് നംസ് എലമെൻറ്റും ആ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പറും ഐയും സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ രണ്ട് പെയർ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫോർ ലൂപ്പിന് ശേഷം റിട്ടേൺ എംപ്റ്റി ആയിട്ടുള്ളവരെ റിട്ടേൺ ചെയ്യണം. സോ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഇറ്ററേഷനിൽ എങ്ങനെയായിരിക്കും 9 മൈനസ് 2 7 ഉണ്ടോയെന്ന് ഒബ്ജക്റ്റിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും. സോ 7 ഇല്ല. ആ സമയത്ത് ന്യൂ മാപ്പ് ഡോട്ട് സെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ എലമെൻറ്റും 2ൻ്റെ ഇൻഡെക്സ് നമ്പർ ആയിട്ടുള്ള 0 നമ്മൾ ന്യൂ മാപ്പ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇറ്ററേഷനിൽ എഗെയിൻ 9 മൈനസ് 7 കോംപ്ലിമെൻറ്റ് 2 നമുക്ക് കിട്ടി. ഈ 2 ഈ ഒബ്ജക്റ്റിലുണ്ടോയെന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഇറ്ററേഷനിൽ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട് 2. സോ നമ്മൾ അതിൽ ഓൾറെഡി ഉണ്ട് 2 ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആദ്യത്തെ ഇറ്ററേഷനിൽ 9 മൈനസ് 2 7 ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തു, ദെൻ 2 സ്റ്റോർ ചെയ്തു. സോ നമ്മുടെ കയ്യിൽ ടാർഗറ്റായ 9 ഉണ്ട്, രണ്ട് എലമെൻറ്റിൻ്റെ ഒരു എലമെൻ്റായ 2 ഉണ്ട്. സോ ബാക്കി വരുന്ന ആ ഡിഫറൻസ് എത്രയാണ്? 7 ആണ്. ഈ 7 റിമൈനിങ് വരുന്ന എലമെൻറ്റ്സിലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് 7 ആണ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ടാർഗറ്റ് നമുക്ക് കിട്ടി, ആദ്യത്തെ എലമെൻ്റായ 2 കിട്ടി, 7 കിട്ടി. അങ്ങനെ വരുമ്പോഴാണ് റിട്ടേൺ ന്യൂ മാപ്പ് ഡോട്ട് ഗെറ്റ് കോംപ്ലിമെൻറ്റ്. ന്യൂ മാപ്പ് ഡോട്ട് ഗെറ്റ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത 2ൻ്റെ ഇൻഡെക്സ് നമ്പർ കിട്ടും. ഇൻഡെക്സ് നമ്പർ എത്രയാണ്? 2ൻ്റെ 0 ആണ്. കോമ I എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇറ്ററേഷനിലുള്ള ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അങ്ങനെയാണ് നമുക്ക് ആൻസർ 0ഉം 1ഉം കിട്ടണത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലായെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എങ്ങനെ വരും? ഓഫ് n ആയിരിക്കും. കാരണം ന്യൂ മാപ്പ് ഒറ്റ തവണയാണ് എല്ലാ എലമെൻ്റായിട്ട് ചെക്ക് ചെയ്യണത്. സോ അതുകൊണ്ട് തന്നെ ഇതായിരിക്കും ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിനേക്കാളും കുറച്ചും കൂടി എഫിഷ്യൻറ്റ്. ഓക്കെ, നമുക്ക് വേറൊരു ലീഡ് കോഡ് പ്രോബ്ലം ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.